ഈ കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വമില്ല. ഇക്കാര്യത്തിൽ ഇവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണല്ലോ. അതുപോലെ ഇപ്പോഴും ആയിട്ടില്ല. അതിന് കേന്ദ്ര സർക്കാർ ഇടപെടൽ നടത്തേണ്ടതല്ലേ? സംവിധാനം എന്താണെന്ന് പഠിക്കൂ, കോപ്പറേറ്റീവ് ഫെഡറലിസം എന്താണെന്ന് പഠിക്കൂ. അങ്ങ് പറഞ്ഞാൽ മതി. എന്താണ് തൊഴിലാളികൾ എന്നുള്ള സംവിധാനം? തൊഴിലാളികളാകുക എന്നുള്ളത് അവർ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ചോദിക്കരുത്. അല്ല, തൊഴിലാളികളാക്കുക എന്നുള്ളത് അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യമാണ്. അക്കാര്യത്തിൽ സിക്കിം സർക്കാരാണ് അവരെ തൊഴിലാളികളായിട്ട് പ്രഖ്യാപിച്ചത്. അവരെടുത്ത് പറയും പ്രഖ്യാപിക്കാൻ. കേന്ദ്ര സർക്കാരല്ല. സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടി ചെയ്യാൻ നോക്കിയതാണ്. പക്ഷേ പരിപാടി ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. ആ ചോദ്യം ചോദിച്ചു പറഞ്ഞാൽ പുള്ളി എന്താണ് ചെയ്തതെന്നുള്ളത് ശ്രദ്ധിച്ചാൽ പുള്ളി നൈസായിട്ട് ആ മൈക്കിലോട്ടൊന്ന് നോക്കി. ഈ മൈക്കിലോട്ട് നോക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈരളി, മീഡിയ വൺ അതുപോലെയുള്ള ചാനലുകളുടെ മൈക്കാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഡയലോഗുകൾ നിങ്ങളത് ചോദിക്കും. മറിച്ചത് തീവ്രവാദം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഡയലോഗ് അടിച്ചിട്ട് അങ്ങോട്ട് പോകാനുള്ള പരിപാടിയായിരുന്നു. നോക്കിയപ്പോൾ കൈരളിയും അല്ല, മീഡിയ വണ്ണും അല്ല. അപ്പോൾ പിന്നെ നിങ്ങൾ പോയി പഠിച്ചിട്ട് വാ എന്നുള്ള ഐഡിയ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെയായാലും തൃശ്ശൂരുകാരോട് വല്ലാത്ത ബഹുമാനം തോന്നുന്നു.